മൈന ഉമൈബാൻ എഴുതിയ യാത്രാവിവരണമാണ് ചുവപ്പ് പട്ടയം തേടിയെന്നത്. ഉമൈബാൻ്റെ മറ്റ് കൃതികൾ ആത്മദംശനം, പെണ്ണോട്ടങ്ങൾ, കേരളീയ ചികിത്സാ പാരമ്പര്യം, മാവ് വളർത്തിയ കുട്ടി, ജ്ഞാനപ്പറവ പെണ്ണാകുമ്പോൾ എന്നിവയാണ്. അപ്പോൾ ഈ ഒരു യാത്രാവിവരണത്തിൽ പറയുന്നത് പ്രകൃതി അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ആദിമ ജനതയുടെ ചുവപ്പ് പട്ടയം, അവരുടെ കയ്യൊപ്പ് ഇന്നും സൂക്ഷിക്കുന്ന എളയ്ക്കൽ ഗുഹയുടെ പശ്ചാത്തലത്തിൽ വയനാടൻ പ്രകൃതിയുടെ നിഗൂഢതയിലേക്കാണ് ഈ യാത്രാവിവരണം കടന്നു ചെല്ലുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ചുരവും കടന്ന് എന്നാണ്. അപ്പോൾ വയനാടിനെ പറ്റി ആദ്യം അറിഞ്ഞത് അമ്മച്ചിയിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്രാവിവരണം ആരംഭിക്കുന്നത്. പിന്നീട് കൂട്ടുകാരോടൊത്ത് യാത്രിക വയനാടൻ ചുരമൊക്കെ കാണാൻ പോകുന്നതുമൊക്കെ ഈ ഒരു ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. വയനാടൻ പ്രകൃതിയുടെ സുന്ദരമായ ദൃശ്യം ഈ ഒരു ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വയനാടിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കണമെന്ന മോഹത്തോടൊപ്പം കൂട്ടുകാരോടൊത്ത് ഇവർ വയനാട്ടിലേക്ക് പോകുന്നു. വയനാടൻ ചുരം കയറുന്നു. 9 ഹെയർപിൻ വളവുകളാണ് ഈ വയനാടിൻ്റെ ചുരത്തിനുള്ളത്. മഞ്ഞു പൊതിഞ്ഞ ചെമ്പ്ര, പിന്നെ എടയ്ക്കൽ ഗുഹ, ഇവയൊക്കെ ആ ഒരു യാത്രയിൽ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഉമൈബാൻ്റെ വിവാഹം കഴിഞ്ഞ് പലതവണ വയനാടിൻ്റെ ചുരം കയറി എന്നൊക്കെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വയനാടൻ ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുരത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന മനോഹര ദൃശ്യങ്ങളും താഴ്വാരങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആസ്വാദകരെ ഏറെ ആകർഷിക്കുന്നതാണ്. അതേപോലെ തന്നെ പകൽ സമയത്ത് വയനാടൻ ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ചുരത്തിൻ്റെ സമീപമുള്ള പാറകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു പൂക്കളും അതുപോലെ തന്നെ കുഞ്ഞരുവിയും ചോലയും ഒക്കെ ഈ ഒരു ഭാഗത്ത് യാത്രികൻ നമുക്ക് മുന്നിലേക്ക് ഈ ഒരു പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്.